സതീശന്റെ ടീം UDF ദേ ഈ ദൃശ്യം അങ്ങോട്ട് നോക്കി. എന്താ ഐക്യം, എന്താ ആദരവ്, എന്താ ബഹുമാനം, എന്താ ഒത്തൊരുമിപ്പ്. കേസിക്ക് വേണ്ടിട്ട് ലീനെതിരെ പറഞ്ഞു. അല്ല സൂപ്പറല്ലേ ഡയലോഗ് എന്നോടല്ല ഒരു മിനിറ്റ് കത്തിയില്ല രണ്ടു സംസാരിക്കും കൂടി കൂടി പറഞ്ഞു ലീഗുകാരെല്ലാം കൂടി ചേർന്ന് കോൺഗ്രസ് നേതാവായിട്ടുള്ള മാത്യു കുഴൽനാടന് ഒരു പ്രത്യേക ആദരവ് അർപ്പിക്കുന്നതിന്റെ രംഗമാണ് നിങ്ങൾ കണ്ടത്. അതിനിടയിൽ ആ ലീഗ് അണികൾ പറയുന്ന ഒരു വാചകമുണ്ട്, വോട്ടും വാങ്ങിക്കൊണ്ടുപോയിട്ട് അവൻ നമ്മളെ കയറി പഠിപ്പിക്കാൻ വരുന്നു. കോൺഗ്രസിന്റെ ഒരു അവസ്ഥയാണ് കണ്ടില്ലേ. 10 വർഷം പുറത്തു നിന്നതിന് ശേഷം വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കേരളത്തിൽ മതവികാരമൊക്കെ ഉണർത്തി അധികാരത്തിലേറിയതാണ്. കയറി 4-ാം ദിവസം തന്നെ അധികാരത്തിലേറ്റിയ അണികൾ കോൺഗ്രസിലെ നേതാക്കന്മാരുടെ ഫ്ലക്സ് കീറിക്കൊണ്ടിട്ട് കത്തിക്കേണ്ട അവസ്ഥ വന്നെന്ന് പറഞ്ഞാൽ എന്തൊരു ജനവികാരമാണ് ഇവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കേരളത്തിൽ ഇവർ ഉണ്ടാക്കിയെടുത്ത വികാരം ഇവർക്ക് തന്നെ എങ്ങനെയാണ് വിനയാകുന്നത്, ഇവർക്ക് പോലും അഭിപ്രായം പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ലോക്കായിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാഴ്ച അത് ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അധികാരം കിട്ടി 4-ാമത്തെ ദിവസം ഇന്നലകളിൽ കീജയ് വിളിച്ചവർ ഇന്ന് അവരുടെ ഫോട്ടോ കത്തിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് പറഞ്ഞാൽ എന്താ ഐക്യം. ടീം UDF 5 വർഷം പൂർത്തീകരിക്കുമ്പോൾ കേരളത്തിൽ അടിനാശം വെള്ളപ്പൊക്കം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് ലീഗ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല. വേലിയിൽ കിടന്ന വർഗീയ വിഷങ്ങളെ എല്ലാം കൂടി എടുത്ത് സതീശനും സംഘവും അധികാരത്തിലെത്താൻ വേണ്ടി എടുത്ത് അട്ടത്ത് വെച്ചു. ഇനി എന്ത് വേണം? അനുഭവിക്കുക അല്ലാതെ വേറെ വഴിയില്ല. ലീഗ് എന്ന വാക്ക് കോൺഗ്രസ് നേതാക്കന്മാർ ഉച്ചരിച്ചു പോകരുത്. ഉച്ചരിക്കുകയോ ലീഗിനെ വിമർശിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. എന്തൊരു ജനാധിപത്യ പാർട്ടിയാണിത്, വല്ലാത്ത തരം ജനാധിപത്യം തന്നെ. ഈ ജനാധിപത്യ രാഷ്ട്രീയക്കാരാണ് കേരളം ഭരിക്കേണ്ടതെന്ന് പറയുമ്പോൾ കേരളത്തിൽ ഭരണം ആഗ്രഹിക്കുന്നവർ ഇതൊക്കെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും ജനങ്ങളുടെ മാൻഡേറ്റും വാങ്ങി അധികാരത്തിൽ എത്തിയിട്ടില്ല, അതിന്റെ പടിവാതിൽക്കൽ എത്തിയപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഒരു സൈഡിൽ നിന്ന് കത്തിപ്പ്. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പടച്ച തമ്പുരാന് പോലും അറിയാത്ത അവസ്ഥയാണ്. ചേരാത്ത എല്ലാ വിഷപ്പാമ്പുകളെയും കൂടി ഒരു കുട്ടയിലാക്കി കഴിഞ്ഞാൽ ടീം UDFന് എന്ത് സംഭവിക്കുമെന്നുള്ളതിന് അധിക കാലമൊന്നും പോണ്ട. തുടക്കത്തിൽ തന്നെ അതിന്റെ സൂചനകൾ ഈ രീതിയിൽ പുറത്തു വരുന്നുണ്ട്. കേസിക്ക് വേണ്ടിട്ട് ലീനെതിരെ പറഞ്ഞു. അല്ല സൂപ്പറല്ലേ ഡയലോഗ് എന്നോടല്ല ഒരു മിനിറ്റ് കത്തിയില്ല രണ്ടു സംസാരിക്കും കൂടി കൂടി പറഞ്ഞു